ഹലോ, ദിസ് ഈസ് റോബിൻ. നമ്മളിന്ന് പോകുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ 23-ാം ഭാഗത്തിലേക്കാണ്. മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് പ്ലേലിസ്റ്റിലെ ട്രെയിനിങ് സെഷൻസിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കേണ്ട ഇംഗ്ലീഷ് യൂസേജസും സെൻറ്റൻസസും പഠിക്കുക എന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ചാനലിൽ ഒരു കംപ്ലീറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻസ് വിത്ത് ഹൗ വെച്ചുള്ള ചോദ്യങ്ങൾ. ഹൗ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ. ഹൗവിൻ്റെ അർത്ഥമാണ് എങ്ങനെ. നമുക്ക് എക്സാമ്പിൾസിലേക്ക് കിടക്കാം. എങ്ങനെയുണ്ട് കാലാവസ്ഥ? എങ്ങനെ ചോദിക്കും? എങ്ങനെയുണ്ട് കാലാവസ്ഥ? ഹൗ ഈസ് ദ വെദർ? ഹൗ ഈസ് ദ വെദർ? എങ്ങനെയുണ്ട് ആ സ്ഥലം? എങ്ങനെയുണ്ട് ആ സ്ഥലം? ഹൗ ഈസ് ദാറ്റ് പ്ലേസ്? ഹൗ ഈസ് ദാറ്റ് പ്ലേസ്? നീ എങ്ങനെയാണ് എന്നും ഓഫീസിൽ വരാറുള്ളത്? ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, നീ എന്നും എങ്ങനെയാണ് ഓഫീസിൽ വരാറുള്ളത്? ഹൗ ഡു യു കം ടു ഓഫീസ് എവറി ഡേ? ഹൗ ഡു യു കം ടു ഓഫീസ് എവറി ഡേ? ശ്രദ്ധിക്കുക, ടെൻസസിൻ്റെ ട്രെയിനിങ് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡു യു പ്ലസ് ബേസ് ഫോം ഓഫ് വേർബ് അല്ലെ V1 ഫോം ഓഫ് വേർബ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് നിങ്ങളൊരു കാര്യം പതിവായി ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഹൗ ഡു യു കം ടു ഓഫീസിലേക്ക് വരാം. അതിന് മുമ്പ് ഡു യു കം ടു ഓഫീസ് എന്ന് ചോദിച്ചാൽ എന്താ? ഡു യു കം ടു ഓഫീസ് എവറി ഡേ? ഡു യു കം ടു ഓഫീസ് എവറി ഡേ എന്ന് ചോദിച്ചാൽ എന്താണ്? നീ എന്നും ഓഫീസിൽ വരാറുണ്ടോ? അതായത് നിനക്ക് ഓഫീസിൽ വരുന്നൊരു പതിവുണ്ടോ, ശീലമുണ്ടോ, നീ വരാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡു യു വെച്ച് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് എന്തിനാ? നീ ഒരു കാര്യം പതിവായി ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനാണ്. ഡു യു കം ടു ഓഫീസ് എവറി ഡേ? നീ എന്നും ഓഫീസിൽ വരാറുണ്ടോ? എങ്ങനെയാണ് വരാറ്? ഹൗ ഡു യു കം ടു ഓഫീസ് എവറി ഡേ? നീ എങ്ങനെയാണ് എന്നും ഓഫീസിൽ വരാറ്? ഹൗ ഡു യു കം ടു ഓഫീസ് എവറി ഡേ? അടുത്ത സിറ്റുവേഷൻ ശ്രദ്ധിക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് ഓഫീസിൽ വന്നു. അന്ന് ബസ് സർവീസ് ഇല്ലാത്തൊരു ദിവസമാണ്. അവൻ ബസ്സിലാണ് വരാറുള്ളത്, പക്ഷെ അവൻ വന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഇന്ന് ഓഫീസിൽ വന്നത്? നീ എങ്ങനെയാണ് ഇന്ന് ഓഫീസിൽ വന്നത്? ഹൗ ഡിഡ് യു കം ടു ഓഫീസ് ടുഡേ? ഹൗ ഡിഡ് യു കം ടു ഓഫീസ് ടുഡേ? ശ്രദ്ധിക്കുക, ഡിഡ് യു കം, വന്നോ? നീ ഒരു കാര്യം ഇപ്പോഴത്തെ സമയത്തിന് മുമ്പ് ചെയ്തോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു പ്ലസ് V1 ഫോം ഓഫ് വേർബ് വെച്ച് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ട്രെയിനിങ് സെഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കുക. ഡിഡ് യു കം, വന്നോ? നീ ഒരു കാര്യം നേരത്തെ ചെയ്തോ എന്ന് ചോദിക്കാൻ ഡിഡ് യു വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഡിഡ് യു കം ടു ഓഫീസ് ടുഡേ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? നീ ഇന്ന് വന്നോ? എങ്ങനെയാണ് വന്നത്? നമ്മൾ ആ ഡിഡ് യുവിൻ്റെ തുടക്കത്തിന് മുമ്പ് എന്താ ആഡ് ചെയ്തത്? ഹൗ. ഹൗ ഡിഡ് യു കം ടു ഓഫീസ് ടുഡേ? ഹൗ ഡിഡ് യു കം ടു ഓഫീസ് ടുഡേ? അടുത്ത സിറ്റുവേഷൻ ശ്രദ്ധിക്കുക. നാളെ ഓഫീസ് വർക്കിംഗ് ഡേ ആണ്, പക്ഷേ നാളെ ബസ് സർവീസ് ഇല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ബസ്സിൽ മാത്രമാണ് വരാറ്. അവന് 2 വീലർ ഇല്ല, കാറില്ല, അവൻ ബസ്സിലാണ് വരാറ്. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നാളെ നമുക്ക് ഓഫീസ് വർക്കിംഗ് ഡേ ആണ്, നീ എങ്ങനെ വരും? നീ എങ്ങനെയാണ് നാളെ ഓഫീസിൽ വരിക? ഹൗ വിൽ യു കം ടു ഓഫീസ് ടുമോറോ? ഹൗ വിൽ യു കം ടു ഓഫീസ് ടുമോറോ? അപ്പോൾ നീ എങ്ങനെ വരും? നീ എങ്ങനെയാണ് പിന്നീട് ഒരു കാര്യം ചെയ്യുക? ഹൗ വിൽ യു പ്ലസ് V1. വിൽ യു കം, വരുമോ? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. വിൽ യു പ്ലസ് V1 വെച്ചൊരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് നീ ഒരു കാര്യം പിന്നീട് ചെയ്യുമോ എന്ന് ചോദിക്കാനാണ്. റൈറ്റ്? സോ വിൽ യു കം, വരുമോ? എങ്ങനെ വരും? ഹൗ വിൽ യു കം, ഹൗ വിൽ യു കം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്യാം. നീ എങ്ങനെയാണ് ഇന്ന് ഓഫീസിൽ വരാറുള്ളത്? ഹൗ ഡു യു കം ടു ഓഫീസ് എവറി ഡേ? നീ എങ്ങനെയാണ് ഇന്ന് ഓഫീസിൽ വന്നത്? ഹൗ ഡിഡ് യു കം ടു ഓഫീസ് ടുഡേ? നീ നാളെ എങ്ങനെ ഓഫീസിൽ വരും? ഹൗ വിൽ യു കം ടു ഓഫീസ് ടുമോറോ? അടുത്ത സിറ്റുവേഷൻ ശ്രദ്ധിക്കുക. ഒരു ഭക്ഷണത്തെ പറ്റിയാണ് പറയുന്നത്. എങ്ങനെയുണ്ട് ഭക്ഷണം? ഹൗ ഈസ് ദ ഫുഡ്? ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞാൻ വാങ്ങിയ ഭക്ഷണമല്ല അവൻ വാങ്ങിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഭക്ഷണം? ഹൗ ഈസ് ദ ഫുഡ്? അടുത്ത് ശ്രദ്ധിക്കാം, ഹൗ മെനി വെച്ചാണ്. നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്? ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്? ഹൗ മെനി വെച്ച് തുടങ്ങുന്നത് എത്ര എണ്ണം എന്ന് ചോദിക്കാനാണ്. നീ എത്ര തവണ അവിടെ പോയി? നീ എത്ര തവണ അവിടെ പോയി? ഹൗ മെനി ടൈംസ് ഡിഡ് യു ഗോ ദർ? എത്ര തവണ? ഹൗ മെനി ടൈംസ്. നീ എത്ര തവണ അവനെ വിളിച്ചു? ഹൗ മെനി ടൈംസ് ഡിഡ് യു കോൾ ഹിം? ഹൗ മെനി ടൈംസ് ഡിഡ് യു കോൾ ഹിം. നീ എത്ര തവണ ആ ജോലിക്ക് അപേക്ഷിച്ചു? ഹൗ മെനി ടൈംസ് ഡിഡ് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്? നിനക്ക് എത്ര സമയമുണ്ട്? ഹൗ മച്ച് ടൈം ഡു യു ഹാവ്? നീ എത്ര സമയം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും? ഹൗ മച്ച് ടൈം വിൽ യു വെയിറ്റ് ഫോർ മീ? ഹൗ മച്ച് ടൈം, എത്ര സമയം. ഇവിടെ നിന്നും നിൻ്റെ ഓഫീസിലേക്ക് എത്ര ദൂരമുണ്ട്? ഹൗ മച്ച് ഡിസ്റ്റൻസ് ഇസ് ദർ ടു യുവർ ഓഫീസ് ഫ്രം ഹിയർ? ഹൗ മച്ച് ഡിസ്റ്റൻസ് ഇസ് ദർ ടു യുവർ ഓഫീസ് ഫ്രം ഹിയർ? അല്ലെങ്കിൽ ഹൗ ഫാർ ഇസ് യുവർ ഓഫീസ് ഫ്രം ഹിയർ?
എത്ര ദൂരം, ഹൗ മച്ച് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൗ ഫാർ. നീ എത്ര നാൾ കൂടുമ്പോൾ ഒരു കാര്യം ചെയ്യാറുള്ളതെന്ന് ചോദിക്കാൻ ഹൗ ഓഫൺ ഡു യു വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എത്ര നാൾ കൂടുമ്പോൾ, ഹൗ ഓഫൺ. നീ എത്ര നാൾ കൂടുമ്പോൾ ആ സിനിമയ്ക്ക് പോകാറുള്ളത്, ഹൗ ഓഫൺ ഡു യു ഗോ ഫോർ മൂവീസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വിത്ത് ഹൗ ഒരു ഷോർട്ട് ട്രെയിനിങ് സെഷനാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. മറ്റുള്ളവർക്കും ഈ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന കംപ്ലീറ്റ് കോഴ്സിൻ്റെ കണ്ടൻസ് അടങ്ങിയ സ്പോക്കൺ ഇംഗ്ലീഷ് പുസ്തകം അവൈലബിൾ ആണ്. 200 rupees തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വിത്ത് മലയാളം ട്രാൻസ്ലേഷനാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന ബേസിക്സ് ഇൻ ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറിൽ സിമ്പിൾ ആൻഡ് കണ്ടിന്യൂസ് ടെൻസ് വരുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ 100 മാർക്സ് എക്സാം ആൻഡ് ആൻസർ കീ. അതുകൂടാതെ ബേസിക് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്, കോമൺലി യൂസ്ഡ് വേർഡ്സ് 300 വരുന്നുണ്ട്. കോമൺലി യൂസ്ഡ് വേർഡ്സ് 300 വരുന്നുണ്ട്. പ്രസൻറ്റ് പാസ്റ്റ് ഫോംസ് ആണ്, മലയാളം മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. സിറ്റുവേഷണൽ കോൺവെർസേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കുന്ന സംഭാഷണങ്ങളാണ്. ഗ്രൂപ്പ് ഡിബേറ്റ്സിൻ്റെ പ്രസൻറ്റേഷൻ്റെ 2 മോഡൽസ് വരുന്നുണ്ട്. സെൽഫ് ഇൻട്രൊഡക്ഷൻ, ക്ലാസ് റൂം ലാംഗ്വേജ്, അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. PDF ഫോർമാറ്റും ഒറിജിനൽ ബുക്കും അവൈലബിൾ ആണ്. PDF ഫോർമാറ്റ് 200 rupees ആണ്. നിങ്ങൾക്ക് എവിടെ നിന്നും പർച്ചേസ് ചെയ്യാം. ഒറിജിനൽ ബുക്കിന് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട്. കേരളത്തിനുള്ളിലാണെങ്കിൽ സ്പീഡ് പോസ്റ്റ് ചാർജ് ഉൾപ്പെടെ 350 rupees ആണ് വരിക. ശ്രദ്ധിക്കുക, ഒറിജിനൽ ബുക്ക് വാങ്ങുമ്പോൾ ഈ ബുക്കും കൂടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. So that's all for today. I'll be back with the next training session soon. Bye.